നമസ്കാരം. ശ്രീമദ് ഭാഗവതം ഭാഗം 382 382. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 14-ാം അധ്യായത്തിലെ 34-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. 34-ാമത്തെ ശ്ലോകം. 46 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇനി ഒരു 12 ശ്ലോകം കൂടി ഉണ്ട് ഇതിൽ. അപ്പോൾ 34-ാമത്തെ ശ്ലോകം എങ്ങനെയാണ് പറഞ്ഞത്? ഇത്തം വ്യവസിത ഹന്തും ഋഷയോ രൂഢമന്യവ നിജഗ്നുർഹും കൃതൈർവേനം ഹതം അച്യുത നിന്ദയാ. അച്യുത നിന്ദ ചെയ്യുന്നവനെ ഹുങ്കാരം കൊണ്ട് ആ ഋഷീശ്വരന്മാരെ വധിച്ചു. ഇതാണ് അർത്ഥം. ഇത്തം ഇപ്രകാരം ഹനിപ്പാനായി കൊണ്ട് നിശ്ചയത്തോടു കൂടിയവരും പ്രകടമായി ക്രോധിച്ചവരുമായ ഋഷികൾ ശ്രീ വിഷ്ണു നിന്ദയാൽ ഹനിക്കപ്പെട്ടിരിക്കുന്ന വേനനെ ഹുങ്കാരങ്ങൾ കൊണ്ട് നിഹനിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം: ഇപ്രകാരം കൊല്ലുവാൻ നിശ്ചയിച്ച ഋഷികൾ കോപത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഹുങ്കാര ശബ്ദങ്ങളാൽ വേനനെ നശിപ്പിച്ചു. ശ്രീ വിഷ്ണുവിനെ നിന്ദിച്ചതുകൊണ്ടുള്ള പാപത്താൽ ഹതപ്രായനായ അവനെ ഹനിച്ചതിൽ അവർക്ക് യാതൊരു ദോഷവുമില്ല. ഇതാണ് ഇന്ത്യൻ പീനൽ കോഡിൽ. ഒരാൾ തെറ്റ് ചെയ്താൽ അയാളെ വധിക്കാൻ, തൂക്കിലേറ്റാൻ വിധിച്ച ആൾക്ക് എന്തില്ല? പാപമില്ല. അതാണ് തൂക്കിക്കൊല്ലുന്ന ആരാച്ചാർക്ക് പാപമില്ല. ഇതൊക്കെ മനസ്സിലാക്കണം. നേരെ മറിച്ച് ഒരു ദുഷ്ടനെ, രാജദ്രോഹം ചെയ്യുന്ന ഒരുത്തനെ തെറ്റുകാരനാണെന്ന് മനസ്സിലാക്കി അയാളെ ശിക്ഷിച്ചിട്ടില്ലെങ്കിൽ ആരാണ് ശിക്ഷിക്കാത്തത്? അവർക്ക് ആശ്രയദോഷം ഉണ്ടാവും. ഭഗവാൻ അവരെ എന്താണെന്ന് പറയുക, അവരുടെ തൊഴിൽ ശരിക്ക് ചെയ്തില്ല എന്നുള്ള കംപ്ലൈൻറ്റ് പ്രകാരം അവർക്ക് അനിഷ്ടങ്ങൾ കൊടുക്കും ഭഗവാൻ. അപ്പോൾ നമ്മൾക്ക് എപ്പോഴെങ്കിലും അനിഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്മൾ നിഷ്ഠയില്ലാതെ കൊണ്ട് ജീവിച്ചിട്ടുണ്ടാവണം. അതിൻ്റെ ഫലം നമുക്കല്ലാണ്ട് വേറൊരാൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അനിഷ്ട സംഭവങ്ങൾ ചെയ്യേണ്ടി വരരുതേ. എനിക്ക് അറിവും ബോധവും തന്നെ എന്നെ അനുഗ്രഹിക്കണേ എന്ന് മനമുരുകി പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. പിന്നെ അടുത്ത ശ്ലോകം 35. ഋഷിഭി ശ്വാശ്രമപദം ഗതേ പുത്രകളേവരം സുനീധാ പാലയാമാസ വിദ്യായോഗേന ശോചതി. വിദ്യായോഗേന ചത്ത ആൾക്കാരെ കേടുവരാതെ കൊണ്ട് സൂക്ഷിക്കാനും കൂടി സാധിക്കുന്ന. ശ്രദ്ധിച്ചോളൂ. ഋഷികളാൽ അവരുടെ ആശ്രമസ്ഥാനം പ്രാപിക്കപ്പെട്ടപ്പോൾ ദുഃഖിതയായ സുനീധ എന്ത് ചെയ്തു? മന്ത്രം കൊണ്ടും ഉപായം കൊണ്ടും പുത്രന്റെ ശരീരത്തെ രക്ഷിച്ചു. ഒരു പെറ്റമ്മയ്ക്കല്ലേ അതിൻ്റെ ദുഃഖറിയുള്ളൂ. അതിൻ്റെ എന്താണെന്ന് പറയുക ഭാവാർത്ഥം: ശാപാഗ്നിയാൽ വേനനെ സംഹരിച്ച ഋഷികൾ അവരുടെ ആശ്രമസ്ഥാനങ്ങളിലേക്ക് പോയി. പുത്രനാശം ചിന്തിച്ച് ദുഃഖിക്കുന്ന മാതാവായ സുനീത ഈശ്വരേച്ഛയെ അനുസരിച്ച് അവിടെയാണ് ഈശ്വരനെ അവമതിച്ചിട്ടില്ല.
ഈശ്വരൻ്റെ ഇച്ഛ വൈഭവത്തെ അനുസരിച്ച് മന്ത്രപൂർവകമായ ഔഷധപ്രയോഗം മുതലായ ചില ഉപായങ്ങളാൽ പുത്രൻ്റെ ശരീരത്തെ സംരക്ഷിച്ചു കൊണ്ടിരുന്നു. അടുത്തുണ്ടാവാൻ പോകുന്ന അവതാരത്തിന് അനുകൂലമായി പ്രവർത്തിപ്പാൻ ഈശ്വരൻ സുനീതയെ പ്രേരിപ്പിച്ചു എന്ന് സാരം. അപ്പോൾ എല്ലാറ്റിനും പ്രേരണ എവിടുന്നാണ് കിട്ടുന്നത്? അടുത്തുള്ളതോ ദൂരത്തുള്ളതോ ക്ഷേത്ര സങ്കേതങ്ങളിൽ നിന്നല്ല, അവരവരുടെ ഹൃദയപത്മത്തിൽ വിരാജിക്കുന്ന സാക്ഷീഭൂതനായിരിക്കുന്ന ഭഗവാനാണ്, ബ്രഹ്മസ്വരൂപനാണ് അദ്ദേഹം. അവരവരുടെ എന്താണെന്നാ പറയുക, മനസ്സാകുന്ന താമരയിൽ ഇതറിയാതെ കൊണ്ട് പോകരുത്. ശ്ലോകം 36. ഏകദാ മുനയസ്തേ തു സരസ്വൽ സലിലാപ്ലുതാ ഹുദാഗ്നീൻ സത്കഥാ ചക്രുർ ഉപവിഷ്ടാസരിത്തടേ. ആ മുനികളാവട്ടെ ഒരു നാൾ സരസ്വതിയുടെ ജലത്തിൽ സ്നാനം ചെയ്തവരായിട്ട് നദീതീരത്തിൽ അഗ്നികളെ ഹോമിച്ചിട്ട് വിശ്രമിക്കുന്നവരായിട്ട് ഈശ്വരകഥകളെ കീർത്തിച്ചു. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്തിനാ? ഈശ്വരകഥകൾ. സിനിമ കണ്ടിട്ട് യാതൊരു കാര്യമില്ല, സീരിയൽ കണ്ടിട്ട് യാതൊരു കാര്യമില്ല, ക്രിക്കറ്റ് മാച്ച് കണ്ടിട്ട് ഒരു കാര്യമില്ല. കയ്യിൽ കാശ് പോയി വേർത്ത് കുളിച്ച് ജലദോഷം വരുന്നല്ലാണ്ട് അതിലൊന്നും സംഭവിക്കില്ല. ഈശ്വരകഥകൾ. ഇപ്പോൾ ഞാൻ ഒരു 1998 തുടങ്ങിയത് പ്രഭാഷണങ്ങൾ തുടങ്ങി, ക്ലാസ് എടുക്കാനൊക്കെ തുടങ്ങി. പിന്നെ 2001 സപ്താഹം തുടങ്ങിയത്. അന്ന് മുതൽക്ക് ഇന്നേ വരെയും ഈശ്വര കഥകളെ അനുസന്ധാനം ചെയ്യാം. അപ്പോൾ നാരായണ ജപമാഹാത്മ്യം എന്ന് പറഞ്ഞിട്ട് സുബ്രഹ്മണ്യൻ തിരുമുവിൻ്റെ ഭാഗവതം, അങ്ങനെയെല്ലാം ഇപ്പോൾ 3400 എപ്പിസോഡുകളായിട്ടുണ്ട് നമ്മുടെ മനസ്സിലെ. അപ്പോൾ പറഞ്ഞേണ്ട താല്പര്യം, ഈശ്വര കഥകൾ കീർത്തിക്കാൻ തുടങ്ങിയാൽ ഈശ്വരൻ നമ്മളെ വിടില്ല. അതാണ് സത്യം. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. വേനനെ സംഹരിച്ച ഭൃഗു മുതലായ മുനിമാർ തന്നെ ഒരു ദിവസം സരസ്വതി നദിയിൽ സ്നാനം ചെയ്ത് ആ നദീതീരത്തിൽ തന്നെ അഗ്നിഹോത്രാദി കർമ്മങ്ങളെ നടത്തിയ ശേഷം അവിടെ ഈശ്വര കഥകളെ കീർത്തിച്ചു കൊണ്ടിരുന്നു. ഇനി 37. വിക്ഷ്യോദ്ധിതാൻ മഹോത്പാദനാൻ ആഹുർലോകഭയങ്കരാൻ അപ്യഭദ്രമനാഥായ ദസ്യഭ്യോ നഭവേൽഭുതാം. ലോകത്തിന് ഭയത്തെ ജനിപ്പിക്കുന്ന മഹാദോഷലക്ഷണങ്ങളെ ഉത്ഭവിച്ചതായി കണ്ടിട്ട് രക്ഷകനല്ലാതിരിക്കുന്ന ഭൂമിക്ക്, അതായത് രാജാവില്ലാത്ത ഭൂമിക്ക് കള്ളന്മാരിൽ നിന്ന് അമംഗളം ഭവിക്കാതിരിക്കട്ടെ എന്ന് അവർ പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. എന്താ? ലോകത്തിൽ മഹാദോഷങ്ങൾ സംഭവിക്കും എന്ന് സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങൾ അവർ കണ്ടപ്പോൾ ലോകരക്ഷയ്ക്കായിട്ടുള്ള രാജാവില്ലാത്തത് കൊണ്ട് അനാഥയായ ഭൂമിദേവിക്ക് കൊള്ളക്കാരിൽ നിന്നും മറ്റും സങ്കടം നേരിടാതിരിക്കണമെന്ന് അവർ മനസ്സാ ദൈവത്തെ പ്രാർത്ഥിച്ചു. അതിനാണ് വൈഭവം. മനസ്സുകൊണ്ട് ഈശ്വരനെ ആരാധിക്കുക. അതിൻ്റെ ഫലം വളരെ അതിമനോഹരമാണ്. ഇപ്പം ഞാൻ 2010 റിട്ടയർ ചെയ്തിട്ട് 8-10 പ്രഭാഷണങ്ങൾ മെയിൻ ഗുരുവായൂർ ചെയ്യണ്ടായി. അതിന് പോവുക, വല്ല കല്യാണം ഉണ്ടെങ്കിൽ അതിന് പോവുക എന്നല്ലാണ്ട് തൊഴാനായിട്ട് ഞാൻ പോകാറ് പതിവില്ല. കാരണം എനിക്ക് നല്ല ഉറപ്പുണ്ട്, എൻ്റെ ഹൃദയഗഹ്വരത്തിൽ വിരാജിക്കുന്ന ചൈതന്യം തന്നെയാണ് അവിടെ എല്ലായിടത്തുനിന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് തിരക്കില്ലാണ്ട് പോകാനുള്ള ഉപാധികളൊക്കെ ഉണ്ട് അവിടെ. ഞാനത് സ്വീകരിക്കാറില്ല. കാരണം എന്താ? അത് ഞാൻ ചെയ്യുന്ന തെറ്റാവും. ഭഗവാന്റെ കണ്ണിൽ അതൊരു കരടായിട്ട് മാറും. അല്ലെങ്കിൽ എൻ്റെ സർവീസ് ബുക്കുണ്ട് ഈശ്വരൻ്റെ കയ്യിൽ. ആ സർവീസ് ബുക്കിൽ പോരാത്തവൻ എഴുതും ഭഗവാൻ. എന്തിനാ അതിനുള്ള അടവരുത്തുന്നത്?
അതുകൊണ്ടാണ് ഇനി 38ാമത്തെ ശ്ലോകം പറയണു. ഏവം ഏവം ഋഷന്ധർഷയോ ധാവതാം സർവതോ ദിശം പാംസു സമുദ്ധിതോ ഭൂരിശ്ച 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 സർവദിശം സമുദ്ധിത. അതെ, ഭൂരിശ്ചോരാണാം അഭിലുംപതാം എന്നാ പറഞ്ഞത്. അതായത് ഋഷികൾ ഇപ്രകാരം ആലോചിക്കുന്നവരായിരുന്നു. കൊള്ളയിട്ട് ഓടി നടക്കുന്ന കള്ളന്മാരുടെ ധൂളി ധാരാളം എല്ലാ ദിക്കിലും പൊങ്ങി എന്ന് പറഞ്ഞാൽ അവരോട്ടം ചെയ്യുമ്പോൾ ഭൂമിയിലെ പാംസുക്കൾ പിന്നെന്താന്ന് പറയുക, തരികൾ, മൺതരികൾ ആകാശത്തെ മൂടി എന്ന് പറഞ്ഞാൽ കാറ്റിൽ അങ്ങനെ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയുന്നുണ്ട്. ഋഷികൾ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അക്രമം നടത്തിയാൽ ശാസിപ്പാൻ രാജാവില്ലെന്നറിഞ്ഞ കള്ളന്മാർ സംഘം ചേർന്ന് കൊള്ളയ്ക്കായി ഓടി നടക്കുന്നതിനാൽ അവരുടെ സഞ്ചാരത്തെ സൂചിപ്പിക്കുന്ന ധൂളി സർവ്വദിക്കിലും ധാരാളം പൊങ്ങിപ്പറന്നിരിക്കുന്നതിനായിട്ട് കണ്ടു. ആരെ? ഈ ഭൃഗു മുതലായിട്ടുള്ള ഋഷീശ്വരന്മാർ. ഇനി 39ഉം 40ഉം ശ്ലോകം ഒപ്പം പോവും. എങ്ങനെ? തതുപദ്രവമാജ്ഞായ ലോകസ്യ വസുലുംബതാം ഭർതൃരുവരതേ തസ്മിൻ അന്യോന്യം ചജികാം സദാം ചോരപ്രായം ജനപദം ഹീനസത്വം അരാജകം ലോകന്നാവാരയൻ ശക്ത അഭിതദോഷദർശിനാം. അപ്പോൾ പാലകനായ വേനൻ നശിച്ചിരിക്കുമ്പോൾ ലോകത്തിൻ്റെ ധനത്തെ അപഹരിക്കുന്നവരുടെയും തമ്മിൽ ഹിംസിപ്പാൻ ആഗ്രഹിക്കുന്നവരുടെയും ഉപദ്രവത്തെ അറിഞ്ഞിട്ടും രാജ്യം കള്ളന്മാരുടെ ആധിക്യത്തോടു കൂടിയതും ധൈര്യം കുറഞ്ഞതും രാജാവില്ലാത്തതുമായിട്ടും അറിഞ്ഞിട്ടും സമർത്ഥന്മാരാണെങ്കിലും ആ കാര്യനിമിത്തം ഉണ്ടാകുന്ന ദോഷത്തെ ആലോചിക്കുന്നവരായിട്ട് ചോരാതി ജനങ്ങളെ അവർ വിരോധിച്ചില്ല എന്ന് പറഞ്ഞാൽ സംഭവാമി യുഗേ യുഗേ, നടക്കേണ്ടത് നടക്കും എന്നുള്ള അർത്ഥത്തിൽ. ഇനി ആ 2 ശ്ലോകങ്ങളുടെ ഭാവാർത്ഥ പറയുന്നത്, എങ്ങും ധൂളി പൊങ്ങിയിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ആലോചിച്ചപ്പോൾ ശാശ്വതാവായിരുന്ന വേനൻ്റെ മരണം നിമിത്തം, നമ്മുടെ ഒരു വീട്ടിലാണെങ്കിലും ഒരു ശാശ്വതാവ് വേണം. ഗൃഹനാഥനോ ഗൃഹനാഥി ആരായിക്കോട്ടെ, ശാസനം ഇല്ലെങ്കിൽ പിന്നെ അവിടെയുള്ള പ്രജകൾ, മെമ്പേഴ്സ്, ഫാമിലി മെമ്പേഴ്സ് കേടുവന്ന് പോകും. സ്വന്തം ഇഷ്ടപ്രകാരം, തന്നിഷ്ടപ്രകാരം നടക്കുന്നവരാവും. അത് ആ കുടുംബത്തെ, ആ തറവാടിനെ മാനഹാനിക്ക് കാരണമാവുന്ന പറയാം. അപ്പോൾ പറയണു, അതൊരു കോമ്പൗണ്ട് സെൻറ്റൻസാണ്. നിമിത്തം നിർഭയന്മാരായ ചോരന്മാർ ലോകത്തിലുള്ളവരുടെ ധനം കവർച്ച ചെയ്യുവാനായി സഞ്ചരിക്കുകയാണെന്നും ജനങ്ങൾ ഓരോരുത്തരും മറ്റോരോരുത്തരെ ഹിംസിപ്പാനും കൊള്ളയടിക്കുവാനുമുള്ള പരിശ്രമത്തിൻ്റെ ഫലമാണിതെന്നും ലോകത്തിൽ കൊള്ളക്കാർ അധികരിച്ചിരിക്കുന്നുവെന്നും സ്വപ്രാണനെയും സ്വധനത്തെയും സംരക്ഷിപ്പാൻ ധൈര്യമുള്ളവർ കുറഞ്ഞിരിക്കുന്നുവെന്നും ആകപ്പാടെ ലോകം അരാജകമായതുകൊണ്ട് മര്യാദയില്ലാത്തതായി തീർന്നിരിക്കുന്നുവെന്നും മുനിമാർ അറിഞ്ഞു. ഇപ്രകാരം മര്യാദയെ അതിക്രമിച്ചു നടക്കുന്നവരെ സംഹരിപ്പാൻ തങ്ങൾ ശക്തന്മാരാണെങ്കിലും അവർ അത് ചെയ്തില്ല. ഒരു ഉദാഹരണം പറയാം. സതീദേവി തൻ്റെ ശരീരത്തെ യോഗാഗ്നിയിൽ ഹോമിക്കപ്പെട്ടപ്പോൾ ബലഭദ്രസ്വാമിയും ആദ്യം ഈ സതീദേവിയുടെ അംഗരക്ഷകന്മാരാണല്ലോ ഇത് കലക്കണം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഭൃഗു മുതലായിട്ടുള്ള മഹർഷിമാർ കയ്യിൽ വെള്ളമെടുത്ത് ജപിച്ച് തളിക്കുമ്പോൾ അവർ കുറേ ദൂരത്തേക്ക് പോകും. പക്ഷെ അതൊരു ടെമ്പററി മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാരാ? ഭദ്രകാളിയും
വീരഭദ്രനൊക്കെ അവരിൽ മന്ത്രം കൊണ്ട് തീർക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തങ്ങൾ രാജപരിപാലനത്തിൽ ഏർപ്പെട്ടവരല്ല, താപസന്മാരാണെന്നുള്ള സ്ഥിതിക്ക് ലോക പരിപാലനത്തിൽ ഏർപ്പെടുന്നത് സ്വധർമ്മത്തെ തെറ്റി നടക്കുന്ന രീതിയാണെന്ന് കണ്ടതുകൊണ്ട് ദുർജനങ്ങളെ ഹിംസിക്കുന്നതിൽ അവർ ഏർപ്പെട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇനി 41-ാമത്തെ ശ്ലോകം നോക്കുക. ബ്രാഹ്മണ സമദൃക്ഷാന്തോ ദീനാനാം സമുപേക്ഷതേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോക. സ്രവതേ ബ്രഹ്മതസ്യാഭി ഭിന്ന ഭാണ്ഡാൽപയോ യഥാ. ബ്രാഹ്മണന്മാരെ അധപ്പതിക്കാൻ പാടില്ല. കാരണം എന്താ? മോശമാണ്. അപ്പോൾ സമത്തെ ദർശിക്കുന്നവരും രാഗാതിവൃത്തികളില്ലാത്തവനുമായ ബ്രാഹ്മണനായ പിന്നെ രാഗാതിവൃത്തികൾ പാടില്ല. കാണുന്നവരെ ലൈനടിയാൻ പാടില്ല. അപ്പം അതിന് തെറ്റായിട്ടൊരു കാലം ഉണ്ടായിരുന്നു. എന്താ അത്? അവശരായ സ്ത്രീകളെ അവരെ മിസ്യൂസ് ചെയ്തിരുന്നു ഒരു കാലത്ത്. ഇല്ലയെന്ന് പറയാൻ സമ്മതിക്കില്ല. എന്നാൽ അവരെ നോക്കിയിരുന്നോ? ഇല്ല. അതാണ് ഇന്ന് അധിക ബ്രാഹ്മണരും ക്ഷയിച്ച് കാണാനുള്ള കാരണം. എന്താ? ചെയ്ത കർമ്മഫലം. അപ്പോൾ രാഗാതിവൃത്തികളില്ലാത്തവനുമായ ബ്രാഹ്മണൻ ദുഃഖിതന്മാരുടെ നേരെ ഉപേക്ഷ കാണിക്കുന്നവനെങ്കിൽ അവൻ്റെയും തേജസ് ദ്വാരമുള്ള പാത്രത്തിൽ നിന്ന് ജലമെന്ന പോലെ പുറത്തേക്ക് ഒഴുകുന്നു. വിഷയം. അപ്പോൾ ഈ പഠിച്ച വേദങ്ങളുടെ പ്രമാണങ്ങൾ മറ്റുള്ളവരുടെ വെൽബീയിങ്സിന് വേണ്ടി പറഞ്ഞു കൊടുക്കാം, ദക്ഷിണ വാങ്ങാം. പക്ഷേ അറിവുകൾ നശിക്കാണ്ട് നോക്കണം. അതിന് പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ഇല്ലെങ്കിൽ നടക്കില്ല. ഇപ്പം ഞാൻ ആചാര്യനാണെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ച് പഠിച്ചത് കൂടെ പിന്നെയും ഞാൻ വായിച്ച് പഠിക്കുന്നതാണ്. കാരണം എന്താ? ആരാ എൻ്റെ ഓഡിയൻസ്? എന്താണെന്നാ പറയുക? ഫോണാണ്. ആ ഫോണിലുള്ള ഇത് നിങ്ങൾ പലരും കാണുന്നുണ്ട് എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ഞാൻ ഒരാളെയും കാണാതെ കണ്ട് ഇത്രയും എൻ്റെ ആനന്ദാനുഭൂതിയെ അനുഭവിച്ചും കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇട്ടു തരുന്ന വാക്കുകൾക്ക് ഗൗരവമുണ്ട്. കാരണം എന്താ? എനിക്കതിൽ സന്തോഷം ഉണ്ടായിരുന്നേ. എനിക്ക് കൂലി തരുന്നതാരാ? എന്നിൽ കുടികൊള്ളുന്ന ചൈതന്യം. അദ്ദേഹം ഉള്ളപ്പോൾ പിന്നെ എനിക്കെന്താ പേടി? അതുകൊണ്ടാണ് പറഞ്ഞത് ജലമെന്ന പോലെ ഒഴുകുന്നു എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം ഇതായിട്ട് വരുന്നുണ്ട്, അതിമനോഹരം. എന്നാൽ ആ സംഗതിയിൽ നിന്ന് അവർ തീരെ പിൻവലിച്ചതുമില്ല. വേറൊരു ആൾട്ടർനേറ്റീവ് എന്താണെന്ന് അവർ ആലോചിച്ച് നോക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ അവരുടെ ആലോചന ഇപ്രകാരമായിരിക്കുന്നു. എപ്രകാരം? വർണ്ണവിഭാഗത്തിൽ വെച്ച ബ്രാഹ്മണൻ ഉത്തമൻ, എങ്ങും ഒരുപോലെ വ്യാപിച്ചിരിക്കുന്ന സമവസ്തുവായ ബ്രഹ്മത്തെ എല്ലാറ്റിലും കാണുന്നവനായതുകൊണ്ട്. അപ്പം ഇത് എല്ലാവരെയും ഒരേപോലെ കാണാൻ പറ്റിയില്ല വിചാരിച്ചാ അവൻ ബ്രാഹ്മണനല്ല, ചണ്ടാളനാവും, ചണ്ടാള ബ്രാഹ്മണനാവും. അപ്പോൾ ക്രിയ കൊണ്ടും ഉത്തമൻ, ഒരു വിഷയത്തിലും ആസക്തിയില്ലാതെ ശാന്തനായതുകൊണ്ട് സ്വഭാവം കൊണ്ടും ഉത്തമൻ. ഇത്രയും ഗുണമുള്ളവൻ ദുഃഖിതന്മാരുടെ ദുഃഖനിവൃത്തി വരുത്തുന്നതിൽ ഉദാസീനനായിരുന്നാൽ അവൻ്റെ തേജസ് ചെറിയ ദ്വാരമുള്ള പാത്രത്തിൽ നിന്ന് ജലം ക്രമത്തിൽ ചോർന്നു പോകുന്നത് പോലെ നശിക്കും എന്നുള്ള വിചാരത്താൽ ലോകത്തെ ഉപദ്രവിക്കുന്നവരെ അടക്കുന്നതിൽ ഏർപ്പെടാതിരിക്കാനും തരമില്ലെന്നുള്ള വിചാരം അവർക്കുണ്ടായി. വലിയൊരു നീതിബോധമാണ് അവരെ സംബന്ധിച്ചോളം. അപ്പോൾ 42-ാമത്തെ ശ്ലോകം. ന അംഗസ്യ വംശോ രാജർഷേർ ഏവ ഏഷ സംസ്ഥാതുമർഹതി അമോഘവീര്യ. അമോഘവീര്യ, തെറ്റായിട്ടുള്ള വീര്യല്ല, ശുദ്ധമായിട്ടുള്ള വീര്യ. ഹി നൃപാവംശേ അസ്മിൻ കേശവാശ്രയ.
കേശവനെ ആശ്രയിക്കണം. നമ്മളൊക്കെ നമ്മുടെ ശ്രേയസ് നശിക്കാതെ കൊണ്ടിരിക്കാൻ കേശവനെ, സാക്ഷാൽ ശ്രീഹരിയെ, ശ്രീമൻ നാരായണനെ അഭിരുചിയോട് കൂടിയിട്ട് ആശ്രയിക്കണം. എല്ലാവിധ രുചിക്കൂട്ടുകളോടും കൂടി സ്വാഭിമാനത്തോടു കൂടിയിട്ട് എന്നൊക്കെ അർത്ഥം പറയും. അപ്പോൾ പറഞ്ഞു, രാജർഷിയായ അങ്കൻ്റെ ഈ വംശം നശിപ്പാനായിക്കൊണ്ട് അർഹിക്കുന്നില്ല, അതിനെ കാത്തുരക്ഷിക്കണം. ഈ വംശത്തിൽ ശ്രീവിഷ്ണുവിനെ ആശ്രയിച്ചവരായ രാജാക്കന്മാർ നിഷ്ഫലമല്ലാത്ത പരാക്രമത്തോടു കൂടിയവരല്ലേ. നിഷ്ഫലമല്ലാത്ത എന്ന് പറഞ്ഞാൽ ഫലവത്തായിട്ടുള്ള പരാക്രമത്തോടു കൂടിയിട്ടുള്ളവരാണെന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം, എന്നാൽ രാജ്യത്തിൽ അന്യനായ ഒരുവനെ രാജാവായി നിശ്ചയിപ്പാനും അവർക്ക് മനസ്സുണ്ടായില്ല. എന്തുകൊണ്ടെന്നാൽ ആ സംഗതിയിൽ അവരുടെ വിചാരം ഇപ്രകാരമായിരുന്നു: രാജർഷിയായ അംഗരാജാവിൻ്റെ ഈ വംശം തീരെ നശിച്ചു പോകുന്നത് ലോകശ്രേയസ്സിന് ഹാനികരമാകുന്നു എന്നുള്ള സത്യ പ്രമാണത്തെ ഇവരെ ഉദ്ബോധിപ്പിച്ചു. എന്തുകൊണ്ടെന്നാൽ ഈ വംശത്തിൽ ശ്രീനാരായണ പാദാശ്രിതന്മാരായിരുന്ന പ്രിയവ്രതൻ, ഉത്താനപാദൻ, ധ്രുവൻ മുതലായ മഹാരാജാക്കന്മാരുടെ പരാക്രമം അമോഘമായിരുന്നല്ലയോ. മഹാപരാക്രമശാലികളായിരുന്ന അവരുടെ വംശവിച്ചിത്തി വരുത്തുന്നതും ശ്രേയസ്കരമല്ല. വരുന്നതും ശ്രേയസ്കരമല്ല, വരുത്തുന്നതും. ആ ഭാഷയുടെ സ്വാതന്ത്ര്യം നമ്മൾ ശ്രദ്ധിക്കണം. 43 വിനിശ്ചിതൈവം ഋഷയോ വിപന്നസ്യ മഹീപതേ മന്മധുരുരും തരസാ തത്രാസീൽ ബാഹുവോ നരാ. ആ മരിച്ചു കിടക്കുന്ന വേനൻ്റെ കരത്തെ മതിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരാത്മാവ് പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, ഇപ്രകാരം നിശ്ചയിച്ചിട്ട് ഋഷികൾ മൃതനായ രാജാവിൻ്റെ തുടയെ വേഗത്തിൽ മതിച്ചു. അതിൽ നിന്ന് ഹസ്രശരീരമുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിന്ന. ഹസ്ര ആദ്യം തുടയെന്നാണ് മതിച്ചത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഈശ്വരേച്ഛയെയും മേലിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളെയും ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണാൻ കഴിവുള്ളവരാണ് ആരെ? ഋഷീശ്വരന്മാർ. അത് ഭാഗവത മാഹാത്മ്യത്തിൽ ഒരു എരിവരിയൻ ആ ബ്രാഹ്മണനെ അല്ലേ, കുട്ടികൾ അനവത്യ ദുഃഖം 7 ജന്മണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നിരുത്സാഹപ്പെടുത്തില്ല, കാര്യകാരണ സഹിതം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ആണ് ആത്മദേവൻ എന്നുള്ള ബ്രാഹ്മണൻ അനവത്യ ദുഃഖം സഹിക്കാൻ പറ്റാത്തതാണെന്ന് പറഞ്ഞ് അങ്ങ് എന്നെ വരപ്രസാദം കൊണ്ട് എനിക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ തല അങ്ങയുടെ പാതാരവിന്ദത്ത് തല്ലി മരിക്കുന്നു പറഞ്ഞു. അത് സഹിക്കാൻ വയ്യാണ്ട് ഒരു ബ്രാഹ്മണശാപം, ഒരു ബ്രഹ്മഹത്യാപാപം ഞാൻ കാരണം ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടാണ് ഒരു പഴം കൊടുത്തതും ബാക്കി കഥകളൊക്കെ. അപ്പം ഇവിടെയും അതന്നെ ഉണ്ടായത്. കാകനെ അപ്പോൾ പറഞ്ഞു, ഈശ്വരേശയാ മാതാവായ സുനീതയാൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന വേനരാജാവിൻ്റെ മൃതശരീരത്തിൽ അധോഭാഗത്തെ തുടയെ മഥനം ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് ആ രാജാവിൽ ആശ്രയിച്ചിരുന്ന പാപാംശം ചെറിയ ഒരു മനുഷ്യരൂപത്തിൽ കാണപ്പെട്ടു. 44 കാകകൃഷ്ണോ അത്രി ഹ്രസ്വാംഗോ ഹ്രസ്വബാഹുർമഹാഹനു ഹ്രസ്വപാനിംനനാസാഗ്രേ രക്താക്ഷസ്ത്രാമ്രമൂർധജ. ആ ബാലൻ്റെ രൂപമാണ് ഇപ്പോൾ വിവരിക്കുന്നത്. എങ്ങനെ? കാകനെ പോലെ കറുത്ത നിറമുള്ളവൻ, ഏറ്റവും കുറുതായ ശരീരമുള്ളവൻ, ഹസ്രങ്ങളായ ബാഹുക്കളോട് കൂടിയവൻ, മഹത്തുക്കളായ ഹനുക്കളോട് കൂടിയവൻ, ഹസ്രങ്ങളായ പാദങ്ങളോട് കൂടിയവൻ, പതിഞ്ഞിരിക്കുന്ന നാസാഗ്രഭാഗത്തോടു കൂടിയവൻ, രക്തവർണ്ണങ്ങളായ കണ്ണുകളോട് കൂടിയവൻ, താമ്രവർണ്ണമുള്ള തലമുലയോട് കൂടിയവൻ ആയിരുന്നു ഈ കുട്ടി. എന്ന് പറഞ്ഞാൽ ഒരു പ്രാകൃത വേഷം.
അപ്പോൾ നമ്മുടെ ഇടയിൽ ചിലവർ വളരെ നീളം കമ്മിയായിട്ട് ഈ സിനിമയിലൊക്കെ കാണും. പക്ഷെ നമ്മൾ അവരെ പരിഹസിക്കാൻ പാടില്ല. കാരണം എന്താ, അവരിലും ആത്മാവുണ്ട്. അതാണ്, നമ്മളിലുള്ള ആത്മാവിൻ്റെ അവരിലും ഉണ്ട്. അപ്പോൾ അതിൽ ഈ നമ്മുടെ എന്താ പറയുക, വലിയ റെക്കോർഡ് ഹോൾഡറായിട്ടുള്ള പ്രക്രു സിനിമയിലെ ക്യാമറയാണ് അദ്ദേഹം. വലിയൊരു കലാകാരനാണ്. എന്നാൽ സാധാരണ ഒരു സ്ത്രീനെ വിവാഹം ചെയ്ത് നല്ല നിലയിൽ ജീവിത സന്ധാരണം നടത്തുന്നവർ. അപ്പോൾ പറഞ്ഞു വരുന്നതിന് താല്പര്യം, ഇവിടെ എന്നാ പറഞ്ഞത്, ഏറ്റവും പ്രാകൃതനെ പോലെ ഉള്ള ആൾക്കാരെ ആണ് ഈ തോട മതിച്ചപ്പോൾ കിട്ടിയതെന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. വേനൻ്റെ ദോഷാംശത്തിൽ നിന്ന് ജനിച്ചതായ ആ മനുഷ്യൻ സ്വരൂപത്തെ വിവരിക്കുന്നു. കാക്കയെപ്പോലെ കറുത്ത ശരീരം, ഉയരം നന്നെ ചുരുക്കം, നീളം നന്നെ കുറഞ്ഞ കൈകൾ, തടിപ്പുള്ള താടിയെല്ലുകൾ, കുറിയ കാലുകൾ, ചുവന്ന കണ്ണുകൾ, ചെമ്പിച്ച തലമുടി. ഇപ്രകാരമാണ് അവൻ്റെ ആകൃതി വിശേഷം എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ശ്ലോകം 45. തന്തുതേ അവനതന്തീനം കിം കരോം ഇതിവാദിനാം. ഇനി എന്തപ്പോൾ ചെയ്യുക നമ്മൾ ഇവനെ കൊണ്ട്? നിഷീദേത്യ ബ്രുവം സ്ഥാത സ നിഷാദസ്തോ അഭവത്. നിഷാദന്മാരായിട്ട് പോയി നാം അവർ. അതായത് നമസ്കരിച്ചവനും താഴ്മയുള്ളവനും, നമസ്കരിച്ചവൻ കേമനായിരിക്കണം, താഴ്മയുള്ളവനായിരിക്കും. എന്തു ഞാൻ ചെയ്യണമെന്ന് പറയുന്നവനുമായ അവനോട് ഹേ വിതുര, നിഷേധിച്ചാലും സ്ഥിതി ചെയ്തു കൊള്ളുക. ഡോൺ വറി, അങ്ങനെ വേണം പറയാൻ. ഡോൺ വറി, അതാണ് നിഷാദന്മാർ എന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് അവർ നിഷാദനായിട്ട് പോയിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഹേ വിതുര, ഈശ്വര ലീലയുടെ വിചിത്രതയെ ആർക്കും അറിവാൻ സാധിക്കുകയില്ല. അതായത് ഞാനൊരു പ്രഭാഷകനായി ഒരാചാര്യനായിട്ട് വന്നത് എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് തന്നെ വിശ്വാസയോഗ്യമായില്ല. കാരണം എന്താ, അൺഎക്സ്പെക്റ്റഡ് ഹാപ്പനിങ്ങാണ് ഈശ്വര ലീല. ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ. എന്നാൽ അതോടുകൂടി നിന്നോ ഇല്ല. ഞാനും ഒരു TV സ്റ്റാറായി. അതായത് ശിവഗീത എന്നുള്ള ഒരു അതിമനോഹരമായിട്ടുള്ളൊരു ഗ്രന്ഥം ഒരു 52 എപ്പിസോഡ് പറയാൻ സാധിച്ചു. അപ്പോഴേക്കും എനിക്ക് തെക്കൻ കേരളത്തിലേക്കും മലബാറിൽ പല സ്ഥലത്തിലേക്കും ഇൻവിറ്റേഷനായി. ഞാനത് ഉപയോഗിച്ചു. പിന്നെ കൊറോണയോട് കൂടിയിട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്തു ഇതൊക്കെ. കാരണം എന്താ, എൻ്റെ ഗുരുനാഥൻ സങ്കല്പിച്ച വഴി കൂടെ യാത്ര ചെയ്യണമെന്ന് നിർബന്ധമുള്ള ആളാണ് ഞാൻ. അത് അന്യതാകരിക്കുമോ എന്നൊരു സംശയം എൻ്റെ മനസ്സിലുണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ വഴി ബ്ലോക്ക് ചെയ്തു. എന്നിട്ട് അതിനെ എങ്ങനെയെങ്കിലും നാട്ടുകാർക്ക് ഉപകാരപ്രദമാവണമെന്ന് പറഞ്ഞിട്ടാണ് ഒരു PA സിസ്റ്റമൊക്കെ വാങ്ങിയിട്ട് പുരാണ പാരായണം ഒരു 7 മണി മുതൽ 8 മണി വരെ കുരോമ്പലത്തപ്പന് സമർപ്പിക്കുന്ന രീതിയിൽ. അതിൽ ഞാൻ 5 തവണ ശിവപുരാണം വായിച്ച് സമർപ്പിക്കാൻ പറ്റി, 2-3 തവണ ഭാഗവതം, അതിൻ്റെ ഇടയിൽ ഒരു ദേവി ഭാഗവതം മുഴുമിച്ചു, പിന്നെ 2 പ്രാവശ്യം സുബ്രഹ്മണ്യ മഹാത്മ്യം, അതായത് സ്കന്ദപുരാണം. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചപ്പോൾ ഇതൊക്കെ വായിച്ച ഇൻഡ്യൂഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. അത് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്ത് ചെയ്തത്, ഈ യൂട്യൂബ് തുടങ്ങിയത്. അത് വളരെ ബലവത്തായിട്ട് നടക്കുന്നുണ്ട് മനുഷ്യയിലെ. അപ്പോൾ ഇവിടെ പറഞ്ഞതെന്താ, വേനൻ്റെ ദോഷാംശത്തിൽ നിന്ന് ജനിച്ച വികൃത സ്വരൂപൻ ആ മഹർഷിമാരെ നമസ്കരിച്ചു. അതിനുള്ള ബുദ്ധിയുണ്ട്. പുറമേ കാണിച്ച നമ്രഭാവം ഉള്ളിലുണ്ടായിരുന്നതിനാൽ അത് വലിയ ഒരു ഗുണമാണ്. പുറത്തുള്ള ക്വാളിറ്റീസിനെ
വിലമതിക്കുന്നതായിരിക്കണം ആന്തരികമായ ദൃഷ്ടി. ആന്തരിക ദൃഷ്ടിയുടെ പ്രകടനമാണ് ഈ നമസ്കാരം. അപ്പോൾ അത് വൈഭവം നന്നായിട്ടുണ്ട് എന്നറിയ കാരണം അവർക്ക് സന്തോഷമായി എന്നാണ്. അപ്പം നിങ്ങളുടെ സന്തോഷത്തിനായിട്ട് ഞാൻ എന്തു ചെയ്യണം എന്ന് അവൻ അവരോട് ചോദിച്ചപ്പോൾ നിഷീത ഇരുന്നു കൊള്ളുക എന്നാണ് പറഞ്ഞത്. എന്നവർ പറഞ്ഞു. അതിനാൽ അവൻ നിഷാദനായി തീർന്നു. കാട്ടാള വംശത്തിൻ്റെ ആദ്യനാണിവൻ. ഇനി ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം 46. തസ്യ വംശ്യാസ്തു നൈഷാദ ഗിരികാനന ഗോചര ഏനാഹരജായൻ ജായമാനോ വേന കൽപ്പം അമുൽബണം വേനകൽപ്പം അഷമുൽബണം. അതായത് അവൻ്റെ വംശത്തിലുള്ള നിഷാദന്മാരാകട്ടെ പർവ്വതം കാനനം ഈ സ്ഥലങ്ങളിൽ വസിക്കുന്നവരാവുന്നു. യാതൊന്നു ഹേതുവായിട്ട് ജനിക്കുന്ന സമയത്തിൽ കഠോരമായ വേനൻ്റെ പാപത്തെ ആഹരിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അർത്ഥം മനസ്സിലാവില്ല. അതിന് ഭാവാർത്ഥത്തോടു കൂടിയിട്ട് ഈ എപ്പിസോഡ് കഴിയും. പർവ്വതങ്ങളിലും കാടുകളിലും ഇപ്പോഴും അവൻ്റെ വംശക്കാർ വസിക്കുന്നുണ്ട്. ജനിക്കുമ്പോൾ തന്നെ വേനൻ്റെ കഠോരമായ പാപത്തിൻ്റെ സ്വരൂപഭൂതനായതുകൊണ്ട് ഋഷികൾ ഇവനെ പർവ്വതത്തിൽ വസിപ്പിച്ചതിനാൽ അവൻ്റെ സന്തതികൾ ഇപ്പോഴും പർവ്വതാദി സ്ഥാനങ്ങളിൽ വസിച്ചു വരുന്നു. ഈ ജാതിയിൽ ഉൾപ്പെട്ടവരെ ഇപ്പോൾ കാട്ടാളന്മാരെന്ന് പറഞ്ഞു വരുന്നു. പാപമൂർത്തികളായതുകൊണ്ട് ആണ് ഇവരെ അന്നുള്ള മഹാന്മാർ അകറ്റി നിർത്തിയത്. പരമ്പരയാ അത് നിലനിന്നുകൊണ്ടിരുന്നു എന്ന് കരുതണം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ കാമപ്രകരണേ ധർമ്മസ്ഥാപന നിരൂപണം നാമ ചതുർദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇങ്ങനെയിരിക്കുന്ന ശ്രീഹരിയുടെ അനുഗ്രഹാശിസ് എല്ലാവരിലും എത്തട്ടെ എന്നും എല്ലാ ശ്രോതാക്കളിലും എത്തട്ടെ എന്നും അനവരതം കൂടുതൽ ശ്രോതാക്കൾ ഉണ്ടാവട്ടെ, അവർ രക്ഷയെ പ്രാപിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്താസിഗുണോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.